ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയണമെന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ. അതിന്റെ 11ാം ഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. കൃപയാൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇസ്രായേലിന്റെ അല്ലെ, നമ്മള് മർക്കോസിന്റെ സുവിശേഷം 13ാം അധ്യായം 28ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. ആ തീയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇലതുളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോ ഇസ്രായേലിന്റെ വളർച്ചയും അതുപോലെ തന്നെ അവർക്കൊരു ചികിത്സ ദൈവം കാലാകാലങ്ങളായി പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഇസ്രായേല് എന്ത് ചെയ്യുന്നു? സുഖമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി പൊട്ടിക്കുകയല്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി വെച്ചിട്ടില്ല, എണ്ണ പുരട്ടി ശമിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂല നാശനം ചെയ്തതുപോലെ ശൂന്യമായി കിടക്കുന്നു. അല്ലെ? യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശനം ചെയ്ത പോലെ ശൂന്യമായിരിക്കുന്നു. അല്ലെ? 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇസ്രായേലിനെ അടിച്ചിട്ട് കാര്യമില്ല. അല്ലെ? അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ നന്നാവത്തില്ല. ഒരുപാട് അടി ദൈവം അവർക്കിട്ട് കൊടുത്തു എങ്കിലും അവരെന്ത് ചെയ്തില്ല, നന്നായില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് യെശയ്യാവ് പ്രവചിച്ചത്. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് പ്രവചിച്ചതാണ് ഇതൊക്കെ. അല്ലെ? എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. ഇസ്രായേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പിന്മാറ്റത്തിലാണ്, ഭയങ്കരമായ പിന്മാറ്റത്തിലാണ്. ദൈവത്തെ അറിയാതെ, അല്ലെ? ദൈവത്തെ അറിയാതെ പോകുന്നവർക്ക് ഒരു പാഠമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അല്ലെ? ഇനി നിങ്ങളെ, അതായത് ദൈവത്തിന്റെ എതിരായുള്ള മത്സരത്തിന്റെ ചില അനന്തര ഫലങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തോട് മത്സരിക്കുന്നവരല്ലേ, ദൈവം ഇല്ല എന്ന് പറയുന്നവർ, ദൈവത്തോട് മത്സരിക്കുന്നവർ, ദൈവവചനം പഠിക്കണ്ട, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തെറ്റായ ചിന്തകളാണ്. അല്ലെ? ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോ ചില അനന്തര ഫലങ്ങളിലൂടെ കാണുന്നു. പാപത്തിന് ഭയാനകമായ ഭവിഷ്യത്തുകൾ ഉണ്ടെന്ന് ബൈബിൾ ആവർത്തിച്ചു പറയും. അപ്പൊ പല ആളുകൾക്കും ജ്ഞാനമുണ്ട്, അല്ലെ? ജ്ഞാനികൾ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ജ്ഞാനം പോഷകമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ എത്ര ജ്ഞാനം തനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നു, ഭയങ്കരമായ ജ്ഞാനമായിരുന്നു. പക്ഷെ അവസാനം തെറ്റിപ്പോയി. കർത്താവിന്റെ രാജ്യത്തേക്ക് എടുക്കപ്പെടുവാൻ, അല്ലെ? ദാവീദ് എടുക്കപ്പെട്ടു എങ്കിലും കർത്താവിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ദാവീദ് എടുക്കപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ദാവീദ് ക്ഷമ ചോദിച്ച് തിരിച്ചു വന്നെങ്കിലും ശലോമോൻ എന്ത് ചെയ്തു? തെറ്റിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയാം. അപ്പോ
അവിടെ നമ്മൾ മനസ്സിലാകുന്ന ഭാവത്തിൽ ഭയാനകമായ ഭവിഷ്യത്തുകൾ ഉണ്ടെന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 2:17 നമ്മൾ വായിക്കുകയാണ്. ഉൽപ്പത്തി 2:17. ഉൽപ്പത്തി 2:17. 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്ന നാളിൽ നീ മരിക്കും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാൽ അപ്പൊ എന്താണ്? ദൈവ കർത്താവ് എന്താണ്? സൃഷ്ടാവാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്. തന്റെ സൃഷ്ടികൾക്ക് കൽപ്പന നൽകുവാൻ, അവരുടെ സ്നേഹവും അനുസരണവും പരീക്ഷിക്കുവാനും ദൈവത്തിന് എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. ആദ്യത്തെ മനുഷ്യനും ദൈവം ദൈവം ഒരു കൽപ്പന മാത്രമേ നൽകിയുള്ളൂ. ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. ദൈവത്തിന്റെ ആജ്ഞപ്രകാരം സൃഷ്ടികൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അവർ യഥാർത്ഥമായി ദൈവത്തിന്റെ സ്നേഹിക്കുന്നവരുണ്ടോ, അനുസരിക്കുന്നവരുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഒരേ ഒരു കാര്യം മാത്രം, അതായത് ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. അതിന്റെ അർത്ഥം എന്താണ്? നമുക്കത് വിശദീകരിക്കുമ്പോൾ എന്താണ്? ഞാൻ ദൈവമാകുന്നു, നീ മനുഷ്യനാകുന്നു എന്ന പരമോത്കൃഷ്ടമായ ഒരു സ്നേഹം, എന്നെ പൂർണ്ണമായി വിശ്വസിക്കണം, സന്തോഷത്തോടെ എന്നെ അനുസരിക്കണം. അങ്ങനെ നീ ചെയ്യുന്നുവെങ്കിൽ ആ ഫലം തിന്നുന്ന നാളിൽ മരണം നിശ്ചയം. അതല്ലേ? അതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷത്തിന്റെ ഫലത്തിൽ നിന്ന് തിന്നരുതെന്ന് ദൈവം ഉൽപ്പത്തിയിൽ വിലക്കി. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? തുടങ്ങിയതെന്നുള്ളതാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുമ്പോൾ, അല്ലെ? തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? തിന്നരുതായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? തിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അന്നു മുതൽ എന്ത് ചെയ്തു? മനുഷ്യനില് പാപം വന്ന് കൂടി എന്നുള്ളതാണ്, അല്ലെ? ആദാമ്യ പാപം തലമുറകളായിട്ട് വന്നു തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മുഖാന്തരമല്ലാതെ, അല്ലെ? അവർ കുറെ നിയമങ്ങളൊക്കെ കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു. ആ പ്രമാണങ്ങളിലൊന്നും അവരെന്ത് ചെയ്തില്ല? അതിലൊന്നും ഇസ്രായേലിന് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. അന്നും അവരെന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങളെ അടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല, അല്ലെ? ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പം അതിന്റെ 26-ാം അധ്യായം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 26-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 14-22, എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെ പ്രമാണിക്കാതെ എന്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എന്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കാതെ എന്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദുഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ 7 മടങ്ങ് ശിക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ ബലത്തിന്റെ പ്രതാപം
കെടുക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയിലെ ചെമ്പ് പോലെയുമാക്കും. നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെ, ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെ. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നു എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണവും 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളുടെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. അപ്പോ ഇങ്ങനെയെല്ലാം പറഞ്ഞതിന്റെ പ്രധാനമായ കാര്യം, നമ്മൾ ഇസ്രായേലിന്റെ പടയോട്ടം അല്ലെ, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം ഒരു വലിയ പടയോട്ടം ഉണ്ടാകുകയാണ്. പല രാജ്യത്തേക്ക് അവർ ഓടേണ്ടതായി വന്നു. പല രാജ്യത്തും ഒരു അടിമകളെ പോലെ ജീവിച്ചു. പല രാജ്യത്തും അവർ പീഡിപ്പിക്കപ്പെട്ടു. പല രാജ്യത്തും അവർ മരണപ്പെട്ടു. പല രാജ്യത്തും അവർ ഇല്ലാതെയായി അല്ലെ. കാരണം ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിളിച്ചവർ അല്ലെ, ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് വിളിച്ചവർ തകരപ്പെട്ട്, വേദനപ്പെട്ട്, നൊമ്പരപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ അവർക്ക് വന്നു. സ്വന്തമായി രാജ്യമില്ല, സ്വന്തമായി ആരും സഹായിക്കുവാനില്ല, ആരുമില്ലാതെ, ദൈവമില്ലാതെ, ഒന്നുമില്ലാതെ അവർക്ക് ഓടേണ്ടതായി. ആ അവസ്ഥ അവർക്ക് ഉണ്ടായി എന്നുള്ളതിന് ഇത് കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. അവർക്ക് ഓടേണ്ടതായി വന്നു. സംഖ്യാപുസ്തകം 32:23 നമ്മൾ വരുമ്പോ, സംഖ്യാപുസ്തകം 32:23 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കും. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും അല്ലെ. വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കും 23-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തു നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. അപ്പോ പാപഫലം ആരനുഭവിക്കും എന്ന് പറഞ്ഞു? ഇസ്രായേലിനോട് നേരത്തെ തന്നെ പറഞ്ഞു, പാപഫലം നിങ്ങൾ അനുഭവിക്കും. എസെക്കിയേലിന്റെ പുസ്തകം വായിക്കുമ്പോ, എസെക്കിയേലിന്റെ പുസ്തകം 18:20 വരുമ്പോ, എസെക്കിയേൽ 18:20 നമ്മൾ വായിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടത അവന്റെ മേലും ഇരിക്കും എന്ന് അവിടെ വായിക്കുന്നു. എസെക്കിയേൽ 18:20 പറയാണ്, പാപം ചെയ്യുന്ന ദേഹി മരിച്ചാൽ മതി. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടത അവന്റെ മേലും ഇരിക്കുമെന്ന് അവിടെ കാണുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1:18 നമ്മൾ വായിക്കുന്നു. റോമർ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പൊ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം എവിടുന്ന വെളിപ്പെടുന്നത്? സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 6:23 നമ്മൾ വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പൊ എന്താണ് പാപത്തിന്റെ ശമ്പളം? എന്താണ്? മരണമത്രേ. ഇപ്പൊ നിങ്ങൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിട്ടില്ല എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അതായത് രണ്ടാമത് ജനിച്ചില്ല എങ്കിൽ, അതായത് നിങ്ങൾ രണ്ടാമത് ജനിക്കുന്നില്ല എങ്കിൽ, അതായത് ഞാൻ രണ്ടാമത് ജനിക്കുന്നില്ല, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? പാപത്തിലാണ് കിടക്കുന്നത്. അതിന്റെ ശമ്പളം എന്താണ്? മരണമാണ് അല്ലെ. ദൈവത്തിന്റെ കൃപാവരമോ അല്ലെ. പല ആളുകളും ചിന്തിക്കുന്ന ഒരു ലേബൽ ക്രിസ്ത്യാനിയായാൽ
അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പുറകെ പോയാൽ ഇവയൊക്കെ കിട്ടുമെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പൊ നിത്യജീവൻ കിട്ടണമെങ്കിൽ നിത്യമായ ഒരു ജീവിതം, അല്ലെ? നിത്യമായ ജീവനുമുണ്ട്, നിത്യമായ നരകവുമുണ്ട്. അപ്പൊ നിത്യമായ ജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അവനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. തൃത്വത്തിന്റെ നാമത്തിലോ ത്രിയുഗത്തിന്റെ നാമത്തിലോ നിക്കിയുടെ നാമത്തിലോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? എബ്രായർ ലേഖനം 2:2 വരുമ്പോ, എബ്രായർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണം ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാൽ തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൂതൻ മുഖാന്തരം അരുളി ചെയ്തു, അല്ലെ? അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കേടും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയത് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ പ്രവൃത്തികളും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ആ വലിയ രക്ഷയെ തള്ളിക്കളഞ്ഞിട്ട് പോകാൻ, അല്ലെ? ലേബൽ ക്രിസ്ത്യാനിയായാൽ, അല്ലെങ്കിൽ ഒരു മത ക്രിസ്ത്യാനിയായാൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മത ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു ലേബൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ തൃത്വം, അല്ലെങ്കിൽ നിഖ്യ എന്നീ രക്ഷ കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന തെറ്റായ ധാരണകൾ, അതിലൊന്നും രക്ഷയില്ല. അപ്പൊ ഞാനിപ്പോ എല്ലാം പറയുമ്പോ, കാരണം ഞാനിപ്പോ കൂടുതലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നു. അപ്പൊ എനിക്ക് കൂടുതലായി ഒരു ഭാഗത്തോട് പിണക്കുണ്ടായിട്ട് പറയുന്നതാണെന്ന് എനിക്ക് ചിന്തിക്കും. അല്ല, ഏക ഒരു രക്ഷയെ നമുക്കുള്ളൂ, ഏക രക്ഷ. അപ്പൊ ആ രക്ഷയെ കുറിച്ചാണ് പറയേണ്ടത്. ഞാൻ അതിനെ കുറിച്ച് പറയുവാനേ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, ആ നാമത്തെ കുറിച്ച് പ്രസംഗിക്കുവാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു നാമത്തിലെ രക്ഷയുമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ എനിക്കൊരു ഭാഗത്തോട് പിണക്ക് തോന്നിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഗത്തോട് പ്രശ്നമുണ്ടായിട്ട് ഞാനിത് പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊരു രക്ഷ ഇനി നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല, ഇനിയൊട്ട് സാധ്യമാവുകയില്ല, അല്ലെ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ പല നാടുകളിലേക്കും ചിതറിപ്പോയി, അല്ലെ? വലിയൊരു ശിക്ഷ, അല്ലെ? അവർ പലതരത്തിൽ മരണപ്പെട്ട്. അപ്പോ ഇസ്രായേലിന്റെ ഗതി നമുക്കിനി ഉണ്ടായാലും നമുക്കിനി ഒരു മടങ്ങി വരവില്ല. നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊരു രക്ഷ ഇനി ലഭിക്കത്തുമില്ല, ഇനി ലഭിക്കാനും പോകുന്നില്ല. അവർക്കൊരു ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കതില്ല. നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊരു രക്ഷ ഇനിയില്ല. അതുകൊണ്ട് പല ആളുകളും എന്താ പറയുക, കർത്താവ് യേശു ക്രിസ്തു തൃത്വം മതിയെന്നും ത്രിയേകം മതിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെ? അങ്ങനെയുള്ളവർക്കൊന്നും രക്ഷയില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊരു രക്ഷ ഇനി വരുവാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 30:15 വരുമ്പോ, യിരെമ്യാവ് 30:15, 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയും കുറിച്ച് നിലവിളിക്കുന്നത് നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും അല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത്.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയും കുറിച്ച് നിലവിളിക്കുന്നുണ്ട്. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യവും നിമിത്തവും നിന്റെ പാപത്തിന്റെ വലുപ്പവും നിമിത്തവും അല്ലയോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താണ് ദൈവത്തോട് ചെയ്തതിന്റെ ഒരു അതായത് ദൈവത്തിനോട് ചെയ്ത പാപത്തിന് അല്ലെങ്കിൽ ദൈവത്തെ മറന്നു കളഞ്ഞതിനുള്ള ശിക്ഷയായി അവർക്കിത് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ എന്താണ് ഭക്തിയുള്ള ശേഷിപ്പ് എന്ത് വേണം? തങ്ങളുടെ രോഗത്തിന്റെ കാഠിന്യം ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. എന്താണ്? അവർ ആഹ്വാനം ചെയ്യുകയാണ്, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അല്ലെ? ഹോശേയയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ഈ വേദന നിറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ പറയുകയാണ്, യഹോവ നമ്മെ എന്ത് ചെയ്തേക്കാണ്? കടിച്ചു കീറിയിരിക്കുക. പക്ഷേ കടിച്ചു കീറുന്ന കൂടുതൽ യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്നുകൂടി വെളിപ്പെടുത്തുകയാണ് അവിടെ. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ യഹൂദനെ ദൈവം എന്ത് ചെയ്താണ്? കടിച്ചു കീറി കഴിഞ്ഞ ശേഷം അവരെ വിട്ടുപോകുമ്പോൾ അവർക്ക് വരുന്ന അനുതാപത്തെയും വിശ്വാസത്തെയും ഈ വാക്കുകൾ എന്ത് ചെയ്തു? സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ വാക്കുകൾ എന്ത് ചെയ്തൊക്കെയാണ്? ഭാവിയിലെ തലമുറകൾക്ക് സംസാരിക്കാനുള്ള വാക്കുകളാക്കിയിട്ട് തീർത്തിരിക്കുകയാണ്. ദൈവം അവരെ എന്ത് ചെയ്യാണ്? ഹോശേയയുടെ കാലയളവിൽ കടിച്ചു കീറാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് അന്ന് ഇത് പറയുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. കാലാന്തരത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? തങ്ങളെ ന്യായവിധിയിലൂടെ കടിച്ചു കീറി കളഞ്ഞെന്നും തന്റെ കരുണയാൽ സൗഖ്യമാക്കിയെന്നും മനസ്സിലാക്കും. ദൈവത്തിന്റെ കരുണ യാചിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നീതി നിവർത്തിച്ചവനെന്നും അവർ കണ്ടറിയും. സ്തോത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? കടിച്ചു കീറിയിരിക്കുന്നു എന്ന് ഇസ്രായേലിന് ബോധ്യമായിരിക്കും. ഇങ്ങനെ ഉള്ള ബോധ്യത അല്ലെ പുതിയ നിയമത്തിൽ അതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? കുത്തുകൊണ്ടു, അല്ലെ? കുത്തുകൊള്ളുക, ചെയ്തു തെറ്റായി പോയി എന്ന്, അല്ലെ? അവന്റെ മാർഗത്തിലേക്ക് വരണം. അപ്പൊ കുത്തുകൊള്ളുന്നവരാണ് യഥാർത്ഥമായ മാർഗത്തിലേക്ക് വരികയുള്ളൂ. കുത്തുകൊള്ളാത്തവരെന്ത് ചെയ്യും? ലേബൽ ക്രിസ്ത്യാനികളായി എന്ന് പറയുമ്പോൾ ദൈവികമായുള്ള കുത്ത് എന്നുള്ളതാണ്, വേറെ കുത്തല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോ കാരണം ഇസ്രായേൽ ഇവിടെ ഒരു കുത്ത് കിട്ടിയിരിക്കുന്നു, കാരണം അവർക്ക് മനസ്സിലായി യഹോവ ഞങ്ങളെ എന്ത് ചെയ്തേക്കുന്നു? കടിച്ചു കീറിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കുത്ത് കിട്ടുന്നവരല്ലേ കുത്തുകൊണ്ടു. അതായത് നമ്മള് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയത് കുത്തുകൊണ്ടു, അല്ലെ? അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗം കൂടി വായിച്ചിട്ട് പോകാം. അവിടെ 2-ാം അധ്യായത്തില് അപ്പോ 37-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ അല്ലെ? പാപം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ആ പാപത്തിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിക്കണമെന്ന്, നമുക്ക് അതിനൊരു പരിഹാരം ലഭിക്കണമെന്ന് നമുക്കൊരു കുത്തുകൊള്ളും. അതൊരു ലേബൽ ക്രിസ്ത്യാനിയായിരുന്നാൽ, ദൈവത്തെ അറിയാത്തവനായിരുന്നാൽ, അല്ലെങ്കിൽ എന്താ പറയുക, വെറും മതത്തിന്റെ പ്രചാരകൻ മാത്രമായി ഇരുന്നാൽ ആ കുത്തുകൊള്ളുകയില്ല, അല്ലേ?
ആ കുത്തു കൊള്ളുമ്പോഴാണ് കർത്താവിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അപ്പോ അപ്പോ ഈ ദിവസങ്ങളിലൊക്കെ കുത്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കർത്താവിന്റെ സ്റ്റെപ്പുകളിലേക്ക് അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് കാലുവെക്കുവാൻ ശ്രമിക്കുന്നവരായി തീരണം. കണ്ട ഇസ്രായേലിനുണ്ടായ മനസ്താപനം അല്ലെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വരുവീൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കയറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കിട്ടും, 2 ദിവസം കൊണ്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3 ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഇസ്രായേലിനുണ്ടായ ബോധം ഇന്ന് നമുക്കെല്ലാം ഒരു തിരിച്ചറിവാകണം, അല്ലെ? ഇസ്രായേലിനുണ്ടായ ബോധം ആ ഒരു തിരിച്ചറിവായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. ആ കുത്തുകൊണ്ടവർ പറയുകയാണ്, യഹോവയെ അറിയുവാൻ എന്ത് ചെയ്യണം? ഉത്സാഹിക്കുന്നവരാണ്. അപ്പോ ആ കുത്തു കൊള്ളുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയാണ് ആ കുത്തു കൊള്ളുന്നത്? നമ്മുടെ യഹോവയുടെ സ്വന്തമാകുവാൻ, അല്ലെ കർത്താവിന്റെ സ്വന്തമാകുവാൻ, അല്ലെ? അപ്പോ കർത്താവിന്റെ സ്വന്തമാകുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? കുത്തുകൊള്ളും. നിശ്ചയമായിട്ട് അവർക്ക് കുത്തുകൊള്ളും. അവരെന്ത് ചെയ്യും? യഥാർത്ഥ ദൈവരാജ്യത്തേക്ക് അവർ മടങ്ങി വരും. കർത്താവിന്റെ നാളുകളിൽ അവർ എടുക്കപ്പെടും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ ദിവസങ്ങൾ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി? ഈ ദിവസങ്ങളിൽ ആ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ എല്ലാ ദൈവജനങ്ങൾക്കും ഒരു ക്രമീകരണമായി വചനം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.